ഹലോ ഫ്രണ്ട്സ്, ഞാൻ സൈസ് പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു ഓൾ ഇൻ വൺ വീഡിയോ ആണ്, അല്ലെങ്കിൽ എന്താ പറയുക സിംഗിൾ വാച്ച് എന്നൊക്കെ പറയാവുന്നതാണ്. ഞാൻ മുമ്പ് ചെയ്ത കുറച്ച് വീഡിയോസിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ബസ് മാറ്റിൻ്റെ ആവശ്യമുള്ള ഇതെല്ലാ സംഭവങ്ങളും മനസ്സിലാവും. അതായത് ഇപ്പോൾ ഇതിലുള്ള കണ്ടൻറ്റുകൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ബസ് എങ്ങനെ ആഡ് ചെയ്യാം, അതായത് ഇഷ്ടമുള്ള ടൂറിസ്റ്റ് ബസ് മോഡ്, പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമുള്ള കാറുകൾ എങ്ങനെ ആഡ് ചെയ്യാം, പിന്നെ ട്രാവലർ, പിന്നെ കേരള ട്രാഫിക് മോഡ്, പിന്നെന്താണ് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഈ വീഡിയോ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ പ്ലേലിസ്റ്റ് താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. അതായത് ബസ് മാറ്റി ഇൻഡോനേഷ്യയുടെ പ്ലേലിസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ സംഭവങ്ങളും കാണാം. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോ എടുക്കുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്ലൈസ് ചെയ്തിരുന്നത്. അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് നമ്മുടെ വയനാടൻ ടൂറിസ്റ്റ് ബസ് അതിൻ്റെ ബസ് മാറ്റി ഇൻഡോനേഷ്യയിൽ ആഡ് ചെയ്യാനാണ് കാണിച്ചു പോകുന്നത്. വയനാടിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ മുമ്പിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഇപ്പോഴും നമ്മളോട് മെസ്സേജ് ചോദിക്കാറുണ്ട്, എങ്ങനെ അതിൻ്റെ ലിവറി ഉണ്ടോ, അതിൻ്റെ മോഡ് ഉണ്ടോ, അയച്ചതോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് അങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയ്ക്ക് ഇറങ്ങുന്ന ചാനൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അത് നോട്ടിഫിക്കേഷൻ എവിടെയാണ് അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ എടുക്കുക, വയനാടൻ ബസ് മോഡ് ലിവറി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ വയനാടിൻ്റെ മാത്രമല്ല വേറെ കുറേ ടൂറിസ്റ്റ് ബസ്സുകളുടെ മോഡുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കുറേ ബസ്സുകളുടെ മോഡ്, അതേപോലെ തന്നെ ലിവറി, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ 5ാമത്തെ പേജിലാണ് നമ്മുടെ വയനാടൻ വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മോഡും അതേപോലെ തന്നെ ലിവറിയും രണ്ടും ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് തന്നെ മോഡും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ബസ്സിൻ്റെ ആ മോഡിൻ്റെ ഫോട്ടോമേ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ അടിയിലൊരു ഡൗൺലോഡ് ബട്ടൺ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മീഡിയ ഫയറിൻ്റെ വെബ്സൈറ്റിലെത്തും. അപ്പോൾ ഇവിടെ അടിയിലൊരു ഡൗൺലോഡ് ബട്ടൺ കാണാം, ഒരു ബ്ലൂ കളർ. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോർഡ് ഇവിടെ ഡൗൺലോഡായി സ്റ്റാർട്ടായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ലിവറി ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ലിവറിൻ്റെ ഫോട്ടോമേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ലിവറി ഓപ്പൺ ആയിട്ട് വരും. അടിയിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ മീഡിയ ഫയൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ ലിവറി കാണാൻ പറ്റും. മുകളിൽ ഡൗൺലോഡ് ബട്ടൺ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബ്ലൂ കളർ ബട്ടൺ ആയിട്ട് ഇതേപോലെ കാണാൻ പറ്റും ഇമേജ്. അപ്പോൾ അത് ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ രണ്ട് സംഭവങ്ങളും മോഡും ലിവറിയുടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ജസ്റ്റ് എൻ്റെ ഫയൽസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് മൊബൈലിൻ്റെ. അപ്പോൾ അതിൽ സെറ്റ് വേഗം സെർച്ച് ചെയ്യാം. അതാണ് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മോഡ്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂവ് എടുക്കാം. അതിന് ശേഷം ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ എടുക്കുക നമ്മുടെ മൊബൈലിൽ. ഡോക്യുമെൻറ്റ്സ് എടുത്തതിന് ശേഷം അതിൽ ബസ് ID എടുക്കുക. അതിന് ശേഷം മോഡ് എടുക്കുക. അതിന് ശേഷം ഇവിടെ മൂവ് ഹിയർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോഡ് സെറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഗെയിം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത മോഡ്. അപ്പോൾ നമുക്ക് ഇനി ലിവറി ആഡ് ചെയ്യണം. മുകളിൽ ലിവറിയുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബ്രൗസ് ലിവറി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ലിവറി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ലിവറി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ലിവറി സെറ്റ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ അപ്ലൈ കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് ഇൻറ്റീരിയർ ഇങ്ങനെയാണ്. അതേപോലെ തന്നെ എക്സ്റ്റീരിയറിൻ്റെ ലുക്ക് ഇതാണ്. നല്ല അടിപൊളി മോഡും ലിവറിയാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കേരള ട്രാഫിക് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് കേരളത്തിലെ വണ്ടികളൊക്കെ ബാക്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടായുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അതിന് നോട്ടിഫിക്കേഷൻ എവിടെ നിങ്ങളുടെ സംശയങ്ങൾ ഇപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. വലിയൊരു വീഡിയോ കണ്ട് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസിൻ്റെ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു കേരള ട്രാഫിക്കിൻ്റെ മോഡ് കിട്ടിയിട്ട് നമ്മുടെ ബസ് മാറ്റി ഇൻഡോനേഷ്യയിൽ ആഡ് ചെയ്യാനുള്ള KBC കണ്ണൂരിൻ്റെയാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്, ദിവസമായിട്ടുള്ള റിലീസായിട്ട്. അപ്പോൾ അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ വീഡിയോ ആണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ ചേർക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെയാണ് അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോയുടെ ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ യൂട്യൂബ് വീഡിയോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ അതിൽ ഏറ്റവും അടിയിൽ കുറേ ലിങ്കുകൾ കാണാം. അപ്പോൾ അതിൽ നമ്മൾ APK ലിങ്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇതേപോലെ പേജ് വരും. ഒരു 15 സെക്കൻഡിൽ ആഡല്ല, ജസ്റ്റ് 15 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതേ 15 സെക്കൻഡ് കഴിഞ്ഞിട്ട് അപ്പോൾ വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് ഒരു കണ്ടിന്യൂ ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നെയും 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു 3 പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും. ജസ്റ്റ് 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, പിന്നെ കണ്ടിന്യൂ അടിക്കുക. ആദ്യം വെരിഫൈ അടിക്കുക, പിന്നെ അടിക്ക് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ലിങ്ക് കിട്ടുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി 3ാമത്തെ പ്രാവശ്യം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ 3ാമത്തെ പ്രാവശ്യം കണ്ടിന്യൂ അടിക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ GP ലിങ്ക്സിൻ്റെ വെബ്സൈറ്റിലേക്ക് എത്താം. അപ്പോൾ നമ്മളവിടെ വെരിഫൈ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ വെരിഫൈയിങ് എന്നുള്ളത് മാറിയിട്ട് നമ്മുടെ വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സക്സസ് ആയതിൻ്റെ അപ്പോൾ കുറച്ച് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ അടിയിൽ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും.
ഈ പച്ച കളറിൽ കാണുന്നതല്ല. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഈ ബ്ലൂ കളർ. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് വരുമ്പോൾ ജസ്റ്റ് ബാക്ക് അടിക്കാം. അപ്പോൾ ഇതേപോലെ ഷെയർ മോഡ്സിൻ്റെ പേജിലെത്തും. അപ്പോൾ ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ടായിരിക്കും. അതിനുശേഷം ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ അതേ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും അടിയിലൊരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ OBB ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മുടെ APK ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത് സെയിം സ്റ്റെപ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി കാണിക്കാഞ്ഞത്. ജസ്റ്റ് ഇപ്പോൾ പെട്ടെന്ന് കാണിച്ചത് എന്താണ് APK ഡൗൺലോഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ OBB ഡൗൺലോഡ് ചെയ്യുന്ന സെയിം സ്റ്റെപ്പുകളാണ്, ഒരു വ്യത്യാസമില്ല. ജസ്റ്റ് 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം അങ്ങനെ ഇതിലേക്ക് എത്തും. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് രണ്ടും ചെയ്യുക. അപ്പോൾ APK ഫയലും OBB ഫയലും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. രണ്ടിനും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ APKയും OBBയും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള സ്റ്റെപ്സ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഫയൽസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ APK ഫയൽ. അപ്പോൾ APK ഫയൽ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇതെവിടെ ഇൻസ്റ്റാളിങ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ APK ഫയലുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ എക്സ്ട്രാക്ട് ചെയ്തിടണം. APKയും OBBയും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്ട് നമുക്ക് എക്സ്ട്രാക്ട് ആയി കിട്ടും. പിന്നെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ വേറെ ആപ്പൊന്നും യൂസ് ചെയ്യണില്ല. നമ്മുടെ സെറ്റ് ആർച്ചീവ് അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ തന്നിട്ട് ചെയ്യുകയാണ് എല്ലാം. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ആദ്യം തന്നെ ഗെയിം. അപ്പോൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ OBB ഫയൽ പേസ്റ്റ് ചെയ്യാത്ത കാരണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും ഫയൽസ് എടുത്ത് OBB ഫയൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു. കോപ്പി എടുത്തു. ആൻഡ്രോയിഡ് എടുത്തതിന് ശേഷം OBB എടുക്കുക. അതേപോലെ തന്നെ ബസ് സിമുലേറ്ററിൻ്റെ ഫയൽ എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തപ്പോൾ വൈറ്റ് സ്ക്രീൻ ആയിരുന്നു വന്നിരുന്നത്, കാരണം OBB ഫയൽ പേസ്റ്റ് ആവാത്ത കാരണം. അപ്പോൾ നമ്മുടെ ഗെയിം ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും വൈറ്റ് സ്ക്രീനാണ്. ഇപ്പോൾ അത് മാറി വരും, ബ്ലാക്ക് സ്ക്രീനായിട്ട് വരും. ഇപ്പോൾ അതേ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ OBB പേസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ലോഡായതിന് ശേഷം ബാക്കി സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടോട്ടൽ ലുക്ക് വരുന്നത്. KBC കണ്ടുകൊണ്ടാണ് ഈ ഒരു മോഡ് വരുന്നത്. നമ്മുടെ കേരള ട്രാഫിക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ മോഡാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു മാപ്പ് എടുത്തിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. ഇൻറ്റീരിയർ ലുക്ക് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇനി ബാക്കി എക്സ്റ്റീരിയറിലത്തെ ലുക്ക് ഇങ്ങനെയൊക്കെയാണ്. ലൈറ്റ് സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ജസ്റ്റ് ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലൈറ്റൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇൻറ്റീരിയർ വ്യൂ ഇട്ടൊന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ അതേ മുമ്പിൽ നമുക്ക് കേരള ട്രാഫിക് ആയതുകൊണ്ട് ബോർഡ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, മാനന്തവാടി അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ബോർഡുകൾ ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി പുറത്തിറക്കിയിട്ട് ട്രാഫിക്കൊക്കെ അതിനുണ്ട് നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കേരള ട്രാഫിക്, ഏറ്റവും ലേറ്റസ്റ്റ് കേരള ട്രാഫിക്. നമ്മുടെ MGയിലൊക്കെ പുതിയ വണ്ടിയൊക്കെ ഇതേപോലെ സൈഡിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇന്നോവ, ക്രിസ്റ്റ തോന്നുന്നു. പിന്നെ കുറേ പ്രൈവറ്റ് ബസ്സുകൾ, പിന്നെ കുറേ നമ്മുടെ സാധാരണ മറ്റേ ഓട്ടോ ടാക്സി പോലത്തെ വണ്ടികൾ, പിന്നെ വേറെ ടൂറിസ്റ്റ് ബസ് സംഭവങ്ങളൊക്കെ ഞാൻ നേരത്തെ ഓടിച്ച് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള വണ്ടികൾ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ റോങ് സൈഡാണ് പോകുന്നത്. ഞാൻ ജസ്റ്റ് ആ സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇനി ബാക്കി വണ്ടികളൊക്കെ ഇതേ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ MGയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയൊക്കെ ഇതിൽ കാണാൻ പറ്റും. പിന്നെ ലോറി, പിന്നെ അതേപോലെ തന്നെ വേറെ വണ്ടികൾ, കേരളത്തിലെ കുറേ വണ്ടികളൊക്കെ ഇതേപോലെ കാണാൻ പറ്റും. അടിപൊളി ട്രാഫിക് മോഡാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്ലൈസ് ചെയ്യുന്നപ്പോൾ പുതുപുത്തൻ വീഡിയോ എല്ലാവരും അതിൽ ഇഷ്ടമുള്ള ടൂറിസ്റ്റ് ബസ്സിൻ്റെ നല്ല അടിപൊളി മോഡ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് നമ്മുടെ ബസ് മാറ്റ് ഇന്തോനേഷ്യയിൽ. അപ്പോൾ അതിനായിട്ട് ഒരേ വീഡിയോ തപ്പി നടക്കേണ്ട ആവശ്യമില്ല, ഒരേ ബസ്സിന് ഒരേ വീഡിയോ തപ്പേണ്ട ആവശ്യമില്ല. എല്ലാം കൂടിയുള്ള ഒരു ആപ്പ്, അടിപൊളി ആപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ആപ്പിനെ അങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ആണിത്. വീഡിയോ എടുക്കുമ്പോൾ ചാനൽ ആദ്യമാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ വിടുക. അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ആപ്ലിക്കേഷൻ. സെഡാസ്ത്ര ബസ് മോഡ് കൊമ്പൻ ദാവൂദ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും. ജസ്റ്റ് യെസ് കൊടുക്കുക. അതിനുശേഷം ഇത് ലോഡാവും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ കുറേ ബസ്സിൻ്റെ മോഡുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മുകളിൽ പേജ് നമ്പർ കാണാം. 1 2 3 4 5 6 അങ്ങനെ കുറേ 6 പേജുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മോഡ് ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ കുറേ മോഡുകളുണ്ട്. അതിലിപ്പോൾ കൊമ്പനുണ്ട്, വേടനുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഏത് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഖലീഫ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, അത് ജസ്റ്റ് ആഡ് ചെയ്യാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആദ്യം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മോഡിൽ ഡൗൺലോഡ് ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ മീഡിയ ഫയലിൻ്റെ പേജിലെത്തും. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ലീവ് അറിയുമ്പോൾ ക്ലിക്ക് ചെയ്യാം.
ജസ്റ്റ് മുകളിൽ ഡൗൺലോഡ് കൊടുക്കുക. ജസ്റ്റ് മുകളിൽ ഡൗൺലോഡ് ഒന്നും കൂടി കൊടുക്കുക. മീഡിയ ഫയലിൻ്റെ പേജിലെത്തും, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ 2 സംഭവങ്ങൾ ഡൗൺലോഡ് ആയിട്ട്. അതിന് ശേഷം ഞാൻ ജസ്റ്റ് മൈ ഫയൽസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മൈ ഫയൽസ് ഓപ്പൺ ചെയ്തതിന് ശേഷം അസ്ത്രാന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. അതാണ് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മോഡിൻ്റെ പേര്. അതിന് ശേഷം ജസ്റ്റ് ഇത് അമർത്തി പിടിക്കുക, മൂവ് എടുക്കുക, ഇവിടെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ID എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ മോഡ് സെറ്റ് ആയിട്ട് അപ്പോൾ ഇനി നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്തിട്ട് ലിവറിങ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ബസ്. ജസ്റ്റ് യൂസ് കൊടുക്കുക, DS കൊടുക്കുക. അതിനുശേഷം മുകളിൽ ലിവറിയുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ബ്രൗസ് ലിവറി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ലിവറി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവറി. നല്ല അടിപൊളി ക്വാളിറ്റി മോഡും ലിവറിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇവിടെ അപ്ലൈ കൊടുക്കാം. അപ്പോൾ ഈ സംഭവം അപ്ലൈ ആയിട്ട് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഗെയിമിലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വണ്ടിയുടെ ഇൻറ്റീരിയർ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതാണ് പുറത്തത്തെ ലുക്ക്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ ലുക്ക്. അപ്പോൾ ഇത് ടോട്ടൽ മൊത്തത്തിൽ നല്ല അടിപൊളി വണ്ടിയാണ്, നല്ല അടിപൊളി ക്വാളിറ്റി മോഡാണ്. അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ ബസ്സുകളുടെ മോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡുകൾ ഇതേപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു മോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും എത്രത്തോളം ഉണ്ടായുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നപ്പോൾ പുതുപുത്തൻ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാറുകളുടെ മോഡുകൾ എങ്ങനെ ബസ് സിമുലേറ്റർ എൻജോയ്സിൽ ആഡ് ചെയ്യാനാണ്. അതായത് കുറേ അടിപൊളി കാറുകൾ മോഡുകളുള്ള ഒരു അടിപൊളി ആപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഫുൾ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്ന ചാനൽ അതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ വിളിക്കുക. അങ്ങനെ വീഡിയോയിൽ പോകാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. അതായത് മോഡ്, ബസ് ID, മൊബൈൽ, അവൻസ, വെലോസ്, അങ്ങനെ എന്താണ്ട് കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു വിധം കുറേ കാറുകളുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ എടുത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. അതിനുശേഷം ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കുറേ കാറുകൾ കാണാൻ പറ്റും. പിന്നെ കുറേ ലക്ഷറി കാറുകൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതേപോലെ കാണാൻ പറ്റും. മെക്ലാരൻ, മസ്താങ്, ബുഗാട്ടി, ലംബോർഗിനി, അങ്ങനെ കുറേ ഉണ്ട്. BMW പഴയ മോഡൽ, പുതിയ മോഡൽ, ആസ്റ്റോൺ മാർട്ടിൻ, ബെന്റ്ലി, G-Wagon, അങ്ങനെ ഒരുവിധം എല്ലാ വണ്ടികളും ഉണ്ട്. ഏറ്റവും പുതിയ വോക്സ്വാഗൻ ഗോൾഫ് GTI വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു കാറ് എടുത്തിട്ട് ആഡ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഡിഫൻഡർ എടുക്കുന്നുണ്ട്, അപ്പോൾ അതെടുക്കാം. അതിനുശേഷം ഇവിടെ അടിയിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീഡിയ ഫയലിൻ്റെ പേജിലെത്തും. അതിനുശേഷം ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഫയൽസിൽ ഡിഫൻഡർ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. DEF എന്നാണ് ആ ഒരു മോഡിൻ്റെ പേര്. അപ്പോൾ ഇത് കിട്ടി. അതിനുശേഷം മൂവ് കൊടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ID എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫൻഡർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കളർ മാറ്റാൻ പോവാണ്, ബ്ലൂ കളർ ആക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിനായിട്ട് മുകളിൽ ലിവറി ഓപ്ഷൻ എടുക്കുക. ജസ്റ്റ് ഒരു ബ്ലൂ കളർ ഇമേജ് ഓൾറെഡി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിടുക ഗാലറിയിൽ. നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് ആ കളർ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബ്രൗസ് ലിവറി കൊടുത്തിട്ട് ഡിവൈസ് ഗാലറി എടുത്തതിന് ശേഷം ആ കളറിൻ്റെ ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്ലൂ ആണ്. ഇത് കുറച്ചും കൂടിയും ലൈറ്റ് ബ്ലൂ ആയി, ഡാർക്ക് ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ബ്ലൂ ആണ്. ഞാൻ ജസ്റ്റ് റെഡും കൂടി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. റെഡ് ആയിരിക്കും ഇതേപോലെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്കും കൂടി കാണിച്ചു തരാം. ബ്ലാക്ക് ആകുമ്പോൾ അടിപൊളി ലുക്ക് അതിൻ്റെ. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ബ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കളർ ഇപ്പോൾ മാറ്റിയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാഫിക്, കേരള ട്രാഫിക്കാണിത്. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഇൻറ്റീരിയർ കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ നമ്മൾ ബ്ലൂ കളർ ആക്കിയോണ്ടാന്ന് തോന്നുന്നു, മൊത്തം ബ്ലൂ ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ജസ്റ്റ് വൈപ്പർ ഇടാം. സ്പീഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കയറുന്നുണ്ട്. ഇത് ഞാൻ ആ ആപ്പിൽ നിന്ന് തന്നെ കയറ്റിയ വേറൊരു കാറാണ്, നമ്മുടെ മസ്താങ്കിൻ്റെ ഷെൽബി. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ രക്ഷയില്ല. ഇതാണ് കറക്റ്റ് നല്ല ഒറിജിനാലിറ്റിയുള്ള ഇൻറ്റീരിയർ. അതേപോലെ തന്നെ എക്സ്റ്റീരിയറും അതെ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സൗണ്ടും നല്ല അടിപൊളിയാണ്. ജസ്റ്റ് ഞാൻ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ എന്തായാലും അത്ര തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നപ്പോൾ പുതുപുത്തൻ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരുമ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ നമുക്ക് ട്രാവലർ എങ്ങനെ ആഡ് ചെയ്യാനാണ്. അതായത് ട്രാവലറിൻ്റെ ഒരുവിധം കുറേ ടൈപ്പ് ട്രാവലറുകളുണ്ട്. ഒരു ആപ്പാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ആണ്. ആ വീഡിയോ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ വിടുക. അങ്ങനെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവലറിൻ്റെ ആപ്പ്. ട്രാവലർ ബസ് ID മോഡ് കേരള എന്നാണ് ആപ്പിൻ്റെ പേര്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഒരുവിധം എല്ലാ ട്രാവലറുകളും ഉണ്ട്. ജസ്റ്റ് യെസ് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ കുറേ പേജുകളായിട്ട് വരും. കുറേ അടിപൊളി ട്രാവലറുകളുണ്ട്, കുറേ ടൈപ്പ് ഉണ്ട്.
അപ്പോൾ ഏതെങ്കിലും തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ ട്രാവലറൊക്കെ ഉണ്ട്, ഈ ഫസ്റ്റ് പേജിൽ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഏതാ ആഡ് ചെയ്യുക? അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് പേജിലത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഫോഴ്സ് ട്രാവലർ ഗജ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് കൊടുക്കാം. മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ മോഡ് വരും. അവിടെ അടിയിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീഡിയ ഫയലിൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് വരും. V3 ട്രാവലർ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ബാക്ക് എടുത്തതിന് ശേഷം ലിവറിമേൽ ക്ലിക്ക് ചെയ്യുക. ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അവിടെ അടിയിൽ ഡൗൺലോഡ് വരും. അതിനുശേഷം മീഡിയ ഫയൽ തന്നെ ഓപ്പൺ ആയിട്ട് വരും. മുകളിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഡൗൺലോഡ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് നമ്മുടെ ഫയൽസ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് V3 ട്രാവലർ എന്ന് സെർച്ച് ചെയ്യാം. അതുപോലെ മോഡ് കാണാൻ പറ്റും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യുക. മൂവ് എടുക്കുക. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ID എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഗെയിം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ട്രാവലർ. അപ്പോൾ ഇനി നമുക്ക് ലിവറിയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ലിവറി എടുക്കുക, ബ്രൗസ് ലിവറി എടുക്കുക, ഡിവൈസ് ഗാലറി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ലിവറി സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ലിവറി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലിവറി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഗെയിം ഓപ്പൺ ചെയ്തിട്ട് ട്രാവലർ മൊത്തത്തിൽ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ ട്രാവലർ. മുന്നിൽ ഫോഴ്സ് ലൈറ്റിങ് സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് എന്തായാലും. അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ ഈ ഒരു രീതിയിലാണ്, നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിങ് അതെല്ലാം ഉണ്ടോ നോക്കട്ടെ. ലൈറ്റിങ് ഇത് തന്നെയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും നോക്കാം. വിൻഡോസ് ഓപ്പണായി. 1 ക്ലിക്ക് ചെയ്തപ്പോൾ, 2 ക്ലിക്ക് ചെയ്തപ്പോൾ ഇൻറ്റീരിയറിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ 3 ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ബാക്കിലത്തെ ഡോർ തുറന്നു. അപ്പോൾ ഉള്ളിൽ സ്പീക്കർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ എക്സ്റ്റീരിയർ അതെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേപോലെ കുറേ അടിപൊളി മോഡുകളുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര ഉണ്ടായുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.